ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കുക, ഇവിടെ ഭയങ്കര ഒരു ദൗത്യവുമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാർ പോകുന്നത്. എത്ര പേർക്ക് വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ട്? വാഗ്ദത്തങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മക്കളെ കുറിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ കിട്ടിയവരുണ്ട്, വീടുമായി ബന്ധപ്പെട്ട വാഗ്ദത്തങ്ങൾ കിട്ടിയവരുണ്ട്, ലൈഫുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തേക്കാൾ അധികമായി ഏറ്റവും വലിയ വാഗ്ദത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കർത്താവ് നമ്മളെ ചേർക്കാൻ വരുമെന്ന്. അല്ലേ? വാഗ്ദത്തങ്ങൾ ഒട്ടനവധി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഈ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയുള്ള യാത്രകളും കൂടെയാണ്, അല്ലേ, നമ്മുടെ ജീവിതത്തിൽ? അല്ലേ? നമുക്ക് ലഭിച്ച പ്രോമിസ് അത് നിവർത്തിയാകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ കേട്ട ദൈവശബ്ദം നിവർത്തിയാകും. ഈ ദൈവശബ്ദം നിവർത്തിയാകാൻ ഒരു അനുകൂല സാഹചര്യങ്ങളും വേണമെന്നില്ല. ഈ ലോകത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് കയറി വരും. പക്ഷേ വാഗ്ദത്തങ്ങളുടെ നടുവിൽ കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നാൽ വാഗ്ദത്തം നിവർത്തി കാണുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വാഗ്ദത്തങ്ങളെ തടയാൻ കഴിയുകയില്ല. നോക്കിക്കേ, കർത്താവ് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ എന്ന് കർത്താവ് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഇതാണ്, ഞാൻ വരാം, പക്ഷെ എനിക്ക് മുൻപേ നിങ്ങൾ പൊക്കോണം. കർത്താവ് ഈ വാഗ്ദത്തം കൊണ്ട് തയച്ചു വിട്ടപ്പോൾ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോഴാണ് പ്രതികൂല കാറ്റുകൾ ശക്തമായിട്ട് കയറി വന്നത്. പേടിച്ചു വിറച്ചിരിക്കുകയാണ് ശിഷ്യന്മാരൊക്കെ. ഇല്ലേ, കർത്താവ് എവിടെ എന്നൊക്കെ ചിന്തിച്ചു. കാരണം ഇവിടെയും കർത്താവ് അങ്ങനെ ചെയ്യുന്നു. കർത്താവിന്റെ സ്വഭാവം നിങ്ങളൊന്ന് നോക്കണം. അവിടെ സാധാരണ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലേക്ക് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മൾ വിടാറില്ല. ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ? ഇപ്പൊ ചെറിയ കുഞ്ഞാന്ന് വിചാരിക്കുക, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതോ ഇനിയിപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാന്ന് വിചാരിക്കുക. വലിയൊരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചാൽ ആ സ്ഥലത്തേക്ക്, ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ആരെങ്കിലും വിടുവോ? ഇല്ല. പക്ഷെ കർത്താവിന്റെ സ്വഭാവം നോക്കണം. കർത്താവ് വിടുകയാണ് അവരെ. കർത്താവ് പറഞ്ഞു വിട്ട് കർത്താവിന്റെ വാക്കിനാൽ കർത്താവ് നിർബന്ധിച്ച് വിടുകയാണെന്നാണ് നമ്മൾ വാചനം വായിക്കുമ്പോഴും. പറഞ്ഞു വിട്ട് അല്പദൂരം അവർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ കയറി വരുന്നത്. പക്ഷെ ഈ പ്രശ്നം കയറി വരുമെന്ന് യേശുവിന് മുന്നമേ നന്നായി അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് അങ്ങോട്ട് വിട്ടത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എൻ്റെ യേശു അറിയാതെ ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ സകലതും അറിയുന്നവനാണ്. ആഴിയുടെ ആഴങ്ങളെ തിരിച്ചറിയുന്നവനും ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കാൻ കഴിയുന്നവനും സകലത്തെയും ആരാഞ്ഞറിയുന്നവനുമായ കർത്താവിനാണ് ആമേൻ നമ്മുടെ ജീവിതത്തെ നന്നായി ശോധന ചെയ്ത് അറിയുന്ന കർത്താവാണ് വാഗ്ദത്തങ്ങൾ നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഈ വാഗ്ദത്തങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ നടുവിൽ പ്രതികൂലങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അറിയിച്ച വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ചാർ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. നമ്മളവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നമ്മൾ വായിച്ച എങ്ങനെയാണ്? പ്രതികൂല കാറ്റ് എന്ന് പറഞ്ഞാൽ, പ്രതികൂലം എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിന്റെ കാറ്റാണത്? പ്രതികൂലത്തിന്റെ കാറ്റ്. എല്ലാവരും പറഞ്ഞ പ്രതികൂലത്തിന്റെ കാറ്റ്. അനുകൂലത്തിന്റെ കാറ്റല്ല, പ്രതികൂലത്തിന്റെ കാറ്റ്. അതിന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. പ്രതികൂലത്തിന്റെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ അക്കരയ്ക്കാണ് യാത്ര ചെയ്തു പോകുന്നത്, ഒരിക്കലും നിങ്ങളെ അക്കരെ എത്തിക്കുകയില്ല എന്ന് പറയുന്ന കാറ്റാണ്. മനസ്സിലാകുന്നോ? നിങ്ങളൊരു വാഗ്ദത്തം കേട്ടാൽ ആ വാഗ്ദത്തം ഒരിക്കലും നിവർത്തീകരിക്കുകയില്ല എന്ന് കരുതി ഉണ്ടാകുന്ന പ്രതികൂലങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. എങ്ങനത്തെ കാറ്റാണ്?
പ്രതികൂലത്തിന്റെ കാറ്റാണ് ആഞ്ഞടിക്കുന്നത്. അപ്പോൾ പ്രതികൂലത്തിന്റെ കാറ്റെന്ന് പറയുന്നത് യേശു എന്തു പറഞ്ഞു, യേശു എന്ത് വാഗ്ദത്തം നൽകിയോ, ഈ വാഗ്ദത്തം ഒരിക്കലും നിവർത്തീകരിക്കുകയില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഒരുങ്ങി വരുന്നത്. അപ്പോൾ കാറ്റടിച്ചത് ഇതാണ്, യേശു പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാറ്റാണ്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്ത് പ്രോമിസ് ലഭിച്ചോ ആ പ്രോമിസ് നിവർത്തീകരിക്കുകയില്ല എന്ന് പറയുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകളാണ് സ്വർഗത്തിലെ കർത്താവ് മാറ്റാൻ അധികാരമുള്ളവനെന്ന് തിരിച്ചറിയുന്ന ദൈവജനം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, നിങ്ങൾ എന്ത് പ്രോമിസ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒന്നുകൂടെ ഞാൻ ആ ഒരു വചന വെളിപ്പാട് ഒന്നുകൂടെ പറയാം. നിങ്ങൾ എന്ത് പ്രോമിസ് കേട്ടോ ആ പ്രോമിസിനെതിരെയാണ് കാറ്റടിക്കുന്നത്. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്ത വിധമുള്ള കാറ്റുകളാണ് കയറി വരിക, പ്രതികൂലങ്ങളാണ് കയറി വരിക. പക്ഷേ ഏത് പ്രതികൂലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ചാവി നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് ആ ചാവി? ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ചാവിയുണ്ട് നിങ്ങളുടെ കരത്തിൽ. അത് പ്രാർത്ഥനയാണ്. ശിഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ, അവരുടെ വാഗ്ദത്തത്തിന് നേരെ പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ അവർ യേശുവിനെ വിളിക്കാൻ തുടങ്ങി.